തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരത്തിൽ കവർച്ച നടന്നു. 2 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി ഗൗരി ലക്ഷ്മി ഭായ് പേരൂർക്കട പോലീസിൽ പരാതി കൊടുത്തു. നഷ്ടമായവയിൽ പരമ്പരാഗതമായി കൈമാറിയ വജ്രം പതിച്ച ആഭരണങ്ങളുണ്ടെന്നും പരാതിയിൽ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. എഫ്ഐആറിന്റെ പകർപ്പ് 24-ന്. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ജിബിൻ ജെബി ചേരും. അതോടൊപ്പം ഷബീദ് റാവത്തും വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ആദ്യം ജിബിൻ ജെബിയിലേക്ക്. ജിബിൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ ജിബിൻ, എന്താ സംഭവിച്ചത്? ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 2025 ഒക്ടോബറിന് നവംബറിലും ഇടയിലാണ് ഈ ഒരു കവർച്ച നടന്നതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ച പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പുറത്തു നിന്നുള്ള ആരോ ഒരാൾ കൊട്ടാരത്തിന്റെ അകത്തേക്ക് അതിക്രമിച്ചു കയറി പരാതിക്കാരിയായ ഗൗരി ലക്ഷ്മി ബായിയുടെ മുറിക്കകത്ത് സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ, അതും 2 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു കൊണ്ടുപോയി എന്ന് കാണിച്ചുകൊണ്ടാണ് ഗൗരി ലക്ഷ്മി ബായി ഒരു പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് 2 ദിവസം മുൻപ് നൽകുന്നത്. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഏതൊക്കെ സ്വർണ്ണാഭരണങ്ങളാണ് ഈ അലമാരയിൽ സൂക്ഷിച്ചിരുന്നത് അതിന്റെ ഒരു കണക്കെടുത്തു. അതിനുശേഷമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി ഈ കവടിയാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന പേരൂർക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് ആ കേസ് പേരൂർക്കട പോലീസിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളൂ. ഇതിൽ പ്രധാനമായും പറയുന്നത്, അതായത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന 2 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളിൽ പ്രധാനമായി ഉള്ളത് പത്മനാഭസ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഒരു സ്വർണ്ണ പതക്കം. അതിന്റെ തൂക്കം എന്ന് പറയുന്നത് 1 പവനാണ്. 1 പവൻ വീതം തൂക്കം വരുന്ന 5 കുതിരപ്പവൻ നാണയങ്ങൾ നഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ റൂബി കല്ലുകളും വജ്രങ്ങളും പതിച്ച വളകൾ 2 അതായത് ഈ രാജഭരണം കഴിഞ്ഞതിനു ശേഷം സംസ്ഥാന സർക്കാർ ഈ രാജകുടുംബത്തിന് കൈമാറിയ ലിസ്റ്റിൽ പെടുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഈ നഷ്ടമായവയിൽ ഏറെയും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിന്റെ ചിത്രങ്ങൾ, അതിന്റെ മുദ്രകളൊക്കെ ആലേഖനം ചെയ്ത വജ്രങ്ങളുണ്ട്. ഈ വജ്രങ്ങൾ ഉൾപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടെ നിന്ന് നഷ്ടമായതെന്നാണ് ഇപ്പോൾ ഗൗരി ലക്ഷ്മി ബായിയുടെ പരാതിയിൽ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് ശ്രമിച്ചപ്പോൾ കൊട്ടാരം ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നിലവിൽ 2 തമ്പുരാട്ടിമാർ മാത്രമാണ് ഈ കവടിയാർ കൊട്ടാരത്തിന്റെ അകത്തുള്ളത്. ആദിത്യവർമ്മ തമ്പുരാൻ പുറത്താണ്. ഇന്ന് രാത്രിയോട് കൂടി മാത്രമേ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം അതീവ സുരക്ഷാ മേഖലയാണ് ഈ കവടിയാർ കൊട്ടാരവും എന്ന് പറയുന്നത്. കവടിയാർ കൊട്ടാരത്തിലേക്ക് കയറുന്ന പ്രധാന ഗേറ്റാണ് നമ്മൾ ഈ നിൽക്കുന്നത്. അപ്പോൾ ഈ പരാതിയിൽ പറയുന്നതനുസരിച്ച് 2025 ഒക്ടോബറിനും നവംബറിനും ഇടയിൽ ആരോ പുറത്തുനിന്നുള്ള ഒരാൾ ഈ കൊട്ടാരത്തിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറി ഗൗരി ലക്ഷ്മി ബായി തമ്പുരാട്ടിയുടെ മുറിക്കകത്ത് സൂക്ഷിച്ചിരുന്ന ഒരു ഇരുമ്പ് അലമാരയുണ്ട്. അതിന്റെ അകത്താണ് ഈ പരമ്പരാഗതമായി കൈമാറി വന്നിരുന്ന സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. ആ ഇരുമ്പ് അലമാരയിൽ നിന്നാണ് ഈ 2 കോടിയോളം രൂപ വരുന്ന രത്നങ്ങൾ പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തെന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. പക്ഷേ ഈ സംഭവം നടന്നിരിക്കുന്നത് 2025 ഒക്ടോബറിനും നവംബറിനും ഇടയിലാണെന്ന് പരാതിയിൽ പറയുന്നത്. പക്ഷേ പരാതി നൽകിയത് 2 ദിവസം മുമ്പ് മാത്രം. അപ്പോൾ ഇത്രയും ദിവസം കൊട്ടാരത്തിന്റെ അകത്ത് തന്നെ ഇത് മറ്റെവിടെയെങ്കിലും മാറിയിരിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് ഇവർ നൽകിയിരിക്കുന്ന വിശദീകരണം. എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പേരൂർക്കട പോലീസ്. ഇതുവരെയും ഇത് എങ്ങോട്ടേക്കാണ് പോയത്? കാരണം ആദ്യഘട്ടത്തിൽ കൊട്ടാരം അധികൃതരും ഈ പരാതിക്കാരിയും ഒക്കെ പരിശോധന നടത്തിയത് കൊട്ടാരത്തിന്റെ അകത്തേക്ക് തന്നെയാണ്. കാരണം ഈ സ്വർണ്ണാഭരണങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേക ദിവസങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേക പൂജയോ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരപരമായിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഈ ഇരുമ്പലമരയ്ക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതെന്നാണ് പരാതിയിൽ പറഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും എടുത്ത സമയത്ത് മറ്റെവിടെയെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു ഇത്രയും ദിവസം. അതിനുശേഷം അല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കൊട്ടാരത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു സ്വർണ്ണം ഇപ്പോൾ നിലവിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പരാതി നൽകിയതെന്നുള്ളതാണ് ഗൗരി ലക്ഷ്മി ബായി നൽകുന്ന വിശദീകരണം. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം കവടിയാർ എന്ന് പറയുന്നത് അതീവ സുരക്ഷാ മേഖലയാണ്. എപ്പോഴും പോലീസിന്റെ പെട്രോളിംഗ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു കള്ളൻ അതിക്രമിച്ച്, അതും കവടിയാർ കൊട്ടാരം പോലെ ഒരു സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറി ഇത്രയും വലിയൊരു മോഷണം നടത്തിയെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത്. എസ്.കെ. ഓക്കെ, ജിബിൻ ജെബിയാണ് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പേരൂർക്കട പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. വൻ കവർച്ചയാണ് കവടിയാർ കൊട്ടാരത്തിൽ നടന്നത്. ഷബീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഷബീദ് പറയുന്നത്? കേവലം ഇതൊരു ചെറിയ കവർച്ചയെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ എഫ്ഐആർ വളരെ ഗൗരവത്തിലാണ് പോലീസ് എടുത്തിട്ടുള്ളത്. മാത്രവുമല്ല ഈ പരാതി ആദ്യം സംസ്ഥാന പോലീസ് മേധാവിക്കും പിന്നീട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുൻപിലേക്ക് എത്തിയ ശേഷം അതീവ രഹസ്യ സ്വഭാവത്തിലാണ് ഈ പരാതി പോലീസ് കൈമാറിയത്. പ്രത്യേകിച്ച് കോടതിയാണ്, രാജകുടുംബമാണ്, പരമ്പരാഗതമായി കൈമാറി കിട്ടിയ വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഒടുവിൽ ഈ എഫ്ഐആർ പേരൂർക്കട പോലീസിൽ രജിസ്റ്റർ ചെയ്ത സമയത്താണ് ഈ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പോലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നത് എന്നുള്ളതാണ്. ഈ എഫ്ഐആറിൽ
അതിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. FIR-ൽ പറയുന്നത് ഈ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന വസ്തുവകകൾ അത് മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത് 2025 ഒക്ടോബർ നവംബർ മാസത്തിനിടയിൽ ഏതോ സമയം പുറത്തു നിന്നുള്ള ഒരാൾ ഈ കവടിയാർ കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറി ഈ കിടപ്പുമുറിയിലെ ഇരുമ്പ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇത്തരത്തിൽ 2 കോടി വില വരുന്ന സ്വത്തുക്കൾ മോഷ്ടിച്ചു എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഈ നഷ്ടമായ സ്വർണ്ണങ്ങളെ കുറിച്ച് പറയുന്നത് ഓറഞ്ച് നിറത്തിലുള്ള പവിഴവും സ്വർണ്ണമുത്തും ഇടകലർന്ന സ്വർണ്ണ ചെയിൻ ഉദ്ദേശം 1/2 പവൻ തൂക്കം വരും. അതേപോലെ പിച്ചിപ്പൂമുട്ട് ഡിസൈനുള്ള സ്വർണ്ണ പാദസരം ഉദ്ദേശം 3 പവൻ തൂക്കം വരും. കറുത്ത മുത്തും സ്വർണ്ണമുത്തും ഇടകലർന്ന പാദസരം അത് 2 പവനാണ് അതിന്റെ തൂക്കം. വീതിയുള്ള ഇല ഡിസൈനോട് കൂടിയ 2 വളകൾ അത് 4 പവനാണ്. 4 പവനുള്ള 2 വളകൾ. വീതി കുറഞ്ഞ സ്വർണ്ണപ്പിരിവള 2 എണ്ണം അത് 3 പവൻ. അതേപോലെ ഈ പറയുന്ന കുഞ്ചച്ചുവപ്പ് കല്ല് പതിച്ച വലിയ 2 കമ്മൽ അത് തൂക്കം അത് സ്വർണ്ണത്തിൽ തീർത്തത് വില നിശ്ചയമില്ല, അത് എസ്റ്റിമേറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സ്വർണ്ണത്തിൽ പച്ച ഇനാമൽ 2 ഇലയും നടുക്ക് വെള്ള ഇനാമൽ ശംഖും പതിച്ച സ്വർണ്ണ പതക്കവും സ്വർണ്ണപ്പിരി ചെയിനും 2.5 പവൻ തൂക്കം. സ്വർണ്ണക്കുഴി മിന്നുമാല ഉദ്ദേശം 5 പവൻ തൂക്കം. പച്ചക്കല്ല് പതിച്ച നാഗപട കമ്മലും മാലയും പതക്കവും അത് 8 ലക്ഷം രൂപ അതിന് വില വരുന്നുണ്ട്. കൂടാതെ സ്വർണ്ണക്കമ്മലും ഇല ഡിസൈനോടും കൂടിയ മാലയും പതക്കവും 8 ലക്ഷം രൂപ വില വരുന്നതിന് വീണ്ടും 2 പവൻ വരും. റൂബിക്കല്ലുകളും ഡയമണ്ടുകളും പതിച്ച വീതിയുള്ള ഒഴുക്കൻ വള 2 എണ്ണം അതിന് 6 പവനാണ് തൂക്കം. മാത്രവുമല്ല ഈ പത്മനാഭ ശിവദ റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ചയെന്നാണ് വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.